സംരക്ഷിത വിഭാഗത്തിൽപ്പെടുന്ന 2 മലമാനിനെ വെടിവെച്ചു കൊന്നു. സംഭവത്തിൽ മലപ്പുറം സ്വദേശി അബ്ദുൾ സമദ് പിടിയിൽ. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് മുബാറക്ക് ചേരുന്നു. മുബാറക്ക്, ഈ അബ്ദുൾ സമദിനെ എങ്ങനെയാണ് പിടികൂടിയത്? ഇയാൾക്കെതിരെ ഏത് തരത്തിലുള്ള നടപടിയാകും കൈക്കൊള്ളുക? സോന, ഞെട്ടിക്കുന്നൊരു വാർത്തയാണ് താമരശ്ശേരി പുതുപ്പാടി കളമല പ്രദേശത്ത് നിന്നുണ്ടായിരിക്കുന്നത്. അവിടെ അനധികൃതമായി സർക്കാർ വനത്തിൽ പ്രവേശിച്ച് ഈ അബ്ദുൾ സമദ് എന്ന് പറയുന്ന വ്യക്തിയും അയാളുടെ കൂട്ടാളികളായ 3ഓളം പേരും ഈ സംരക്ഷിത വിഭാഗത്തിൽപ്പെടുന്ന 2 മലമാനിനെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. അവയിൽ ഒന്നിനെ മുറിച്ച് കഷ്ണങ്ങളാക്കി വാഹനത്തിൽ കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയായിരുന്നു ഈ അബ്ദുൾ സമദും സംഘവും. ഇയാളെ പ്രദേശത്ത് വന്യജീവി വേട്ട നടക്കുന്നുണ്ടെന്നുള്ള രഹസ്യ വിവരത്തെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസാണ് ഇയാളെ പിടികൂടിയത്. വെടിവെച്ച് കൊന്ന ഒരു മലമാനിന്റെ ജഡവും മറ്റൊരു മലമാനിന്റെ മുറിച്ചു കഷ്ണങ്ങളാക്കിയ ശരീരഭാഗങ്ങളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. കടത്തിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച ഓട്ടോയും പോലീസ് പിടിച്ചെടുത്തിരിക്കുന്നു. പ്രതിയെ താമരശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ ഹാജരാക്കിയിട്ടുണ്ട്. ഇയാളെ താമരശ്ശേരി കോഴിക്കോട് സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്യാനാണ് ഇപ്പോൾ കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഈ മലമാനിനെ വെടിവെച്ചു കൊന്ന് കടത്താൻ ശ്രമിച്ച മറ്റു പ്രതികളായിട്ടുള്ള ഖലീൽ കരുവാരക്കുണ്ട്, ഈങ്ങാപ്പുഴ ചേയിയോട് സ്വദേശി മുഹമ്മദ് റാഫി, അതുപോലെ തന്നെ ഈങ്ങാപ്പുഴ സ്വദേശി നൌഫൽ എന്നിവർ ഈ വെടിവെച്ച തോക്കുമായിട്ട് ഓടിപ്പോയതായാണ് പോലീസ് പറയുന്ന വിവരം. ഇവർ നിലവിൽ ഇപ്പോൾ ഒളിവിലാണ്. ഇവർക്കായിട്ടുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. കൂടാതെ താമരശ്ശേരി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർമാരായ പ്രേം ഷമീർ, പുതുപ്പാടി സെഷൻ ഫോറസ്റ്റ് ഓഫീസർ PT ബിജു, MT സുധീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ പ്രതിയെ പിടികൂടിയത്. കോഴിക്കോടാണ് ഇത്തരത്തിലൊരു വന്യമൃഗ വേട്ടയുണ്ടായിരിക്കുന്നത്. മുബാറക്കാണ് വിവരങ്ങൾ നൽകിയത്.